Hi friends, എൻ്റെ പേര് ബെൻറ്റോ ജോസഫ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റുബിക്സ് ക്യൂബിൻ്റെ 5ാമത്തെ സ്റ്റെപ്പാണ്. കഴിഞ്ഞ വീഡിയോകളിൽ 4 സ്റ്റെപ്പ് വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. എല്ലാവരും ആ സ്റ്റെപ്പുകളിൽ എക്സ്പേർട്ടാണെന്ന് കരുതുന്നു. എക്സ്പെഷ്യലി കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ഒരു ആൽഗരിതം വെച്ചിട്ടാണ് നമ്മൾ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയത് അല്ലേ. അപ്പോൾ ആ ആൽഗരിതം വെച്ച് നിങ്ങൾ ട്രെയിൻ ചെയ്ത് അതിൽ എക്സ്പേർട്ടാണെങ്കിൽ നമുക്ക് 5ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. 5ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ 2 അൽഗരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ഡെമോ ചെയ്ത് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബിൻ്റെ സ്റ്റേറ്റ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 4 ടാസ്കുകളിലായിട്ട് 2 ലെയറുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഈ ടാസ്കിൽ നമ്മൾ ലാസ്റ്റത്തെ ലെയറിൻ്റെ ഈ ഫേസ്, ബ്ലൂ ഫേസ് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ അതിന് അൽഗരിതം യൂസ് ചെയ്യാൻ പോവാണ്. ആ അൽഗരിതം ഞാൻ പറഞ്ഞുതരാം. ആ അൽഗരിതം പറയുന്നതിന് മുമ്പായിട്ട് ആ അൽഗരിതം അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂബ് ഇങ്ങനെ പിടിച്ച് നോക്കുക. ഈ ബ്ലൂ ഫേസിൽ എവിടെയൊക്കെ ബ്ലൂ കളർ ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ എവിടെയൊക്കെ ബ്ലൂ കളർ ഉണ്ട്? ഈ കോർണറിലൊരു ബ്ലൂ ഉണ്ട്, മിഡിലൊരു ബ്ലൂ ഉണ്ട്. മിഡിലിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ കളറാണ് ഈ ഫേസിൻ്റെ കളർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്യൂബ് കിട്ടുന്നതെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ബ്ലൂ കളർ കൊണ്ടുവരണം, ഇവിടെയും ഒരു ബ്ലൂ കളർ കൊണ്ടുവരണം. ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബ്ലൂ കളർ കൊണ്ടുവരണം, ഇവിടെ ഒരു ബ്ലൂ കളർ കൊണ്ടുവരണം. അതായത് ആദ്യം ഒരു ഡോട്ട്, പിന്നെ ഒരു എല്ല് തിരിച്ചിട്ട പോലത്തെ ഒരു ഷേപ്പ്, പിന്നെ ഒരു ലൈൻ. ഇത് നമ്മൾ ബ്ലൂ കളർ കൊണ്ട് ചെയ്യണം. അത് ഞാനിവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ചെയ്യാൻ നമ്മളൊരു അൽഗരിതം യൂസ് ചെയ്യുന്നുണ്ട്. ആ അൽഗരിതമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ലൈൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അൽഗരിതം ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകും. നമ്മൾ അടുത്ത അൽഗരിതത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ തന്നെ ലൈൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ലൈൻ വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അൽഗരിതമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ലൈൻ വരുത്തിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡോട്ടാണ് കിട്ടുന്നതെങ്കിൽ ആദ്യം റിവേഴ്സ് എല്ലാം ആക്കുക, ദെൻ അതിനെ നമ്മൾ ലൈനാക്കി മാറ്റാം. ഞാൻ അൽഗരിതം പറഞ്ഞുകൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഡോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫേസ് എവിടെ വേണമെങ്കിലും പിടിക്കാം. ഇവിടെയോ ഇവിടെയോ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ഫേസ് ആയിട്ട് പിടിക്കാം, ഒരു കുഴപ്പമില്ല. ഞാനൊരു ഈ ഫേസ് ചൂസ് ചെയ്തിട്ട് അൽഗരിതം ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട് റൈറ്റ്, റൈറ്റ് അപ്പ്, അപ്പ് ലെഫ്റ്റ്, right down, up right, front left. ഞാൻ അൽഗരിതം ഒരു തവണ ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ല് തിരിച്ചിട്ട് ഒരു സാധനം കിട്ടിയോ? ഇവിടെ കിട്ടി. പക്ഷെ നമ്മൾ ക്യൂബ് ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി. കണ്ടോ, എല്ല് തിരിച്ചിട്ട പോലത്തെ സാധനം കിട്ടി ഇവിടെ. ഇനി ഞാനിപ്പോൾ ചെയ്തപ്പം വേറെ എവിടെയും ബ്ലൂ കളർ വേറെ വന്നിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പം ഇവിടെ ബ്ലൂ കളർ വരാം, ചിലപ്പോൾ ഇവിടെ ബ്ലൂ കളർ വരാം, ചിലപ്പോൾ ഇവിടെ ബ്ലൂ കളർ വരാം. നോ പ്രോബ്ലം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ബ്ലൂ കളർ കൊണ്ട് ഉണ്ടോയെന്ന് മാത്രമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഇതായിട്ട് എടുക്കുക, എൽ തിരിച്ചിട്ട പോലെ വെക്കുക, ഫേസ് ഇത് ആയിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത അൽഗരിതം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. സെയിം അൽഗരിതം. ഫ്രണ്ട് റൈറ്റ്, റൈറ്റ് അപ്പ്, അപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, അപ്പ് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്. കണ്ടോ?
ഇപ്പോൾ എന്തായി, നമുക്ക് ലൈൻ കിട്ടി. ഇവിടെ ഒരു കളറുണ്ട്, നിങ്ങൾ മൈൻഡ് ആക്കുകയോ വേണ്ട, അതവിടെ കിടന്നോട്ടെ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ലൈനിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡോട്ടായിരുന്നു കിട്ടിയത്, അതിനെ നമ്മൾ എല്ല് തിരിച്ചിടുന്ന പോലെ ഒരു സിമ്പിളാക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ലൈനാക്കി. ഈ മൂന്നും ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരൊറ്റ അൽഗോരിതമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. റിപ്പീറ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇതേ സ്റ്റേറ്റിൽ ഇനി നമ്മുടെ ഫേസ് ഏതാണെന്നറിയാമോ? ഇതാണ് നമ്മുടെ ഫേസ്. അതായത് ഈ ലൈൻ നമ്മളുമായിട്ട് പാരലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. ഇങ്ങനെ പിടിക്കരുത്, ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ലൈൻ നമ്മുടെ പാരലായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത അൽഗോരിതം ഒന്നുകൂടെ ചെയ്യാം. ഫ്രണ്ട് റൈറ്റ്, റൈറ്റ് അപ്പ്, അപ്പ് ലെഫ്റ്റ്, right down, up right, face left. ഇനി നോക്കിക്കേ, നമുക്ക് കുറേ ബ്ലൂ കളറുകൾ വന്നല്ലേ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ക്രോസ് ആണ് ഇവിടെ വേണ്ടത്. ഒരു ക്രോസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈൻ കിട്ടിക്കഴിഞ്ഞ് ഒന്നും കൂടി അൽഗോരിതം ചെയ്ത് കഴിയുമ്പോൾ ക്രോസ് വന്നിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ പിടിച്ചിട്ട് സെയിം അൽഗോരിതം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രോസ് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ആവശ്യം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ നേരത്തെ അൽഗോരിതം കഴിഞ്ഞു. ഇനി വേറെ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് നമ്മൾ ക്രോസും ഒരു ബ്ലൂ ഡോട്ടും കൂടെ നമ്മളിവിടെ റെഡിയാക്കണം. അതായത് ക്രോസ് ആൻഡ് എ ബ്ലൂ കോർണർ. ഓക്കെ, അത് കോർണർ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് വേണ്ടതെന്നറിയോ? നമുക്ക് ഇടത് സൈഡിൽ താഴെ വരണം, ഇവിടെ തന്നെ വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കോർണർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ക്രോസും ഒരു കോർണറും ഉണ്ട്, കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്. ഈ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ പാടില്ല. ക്രോസും ലെഫ്റ്റ് സൈഡിൽ ഡൗണിലുള്ള ഈ കോർണർ ബ്ലൂ കളറും മാത്രമേ പാടുള്ളൂ. ഇവിടെയുള്ളത് നമ്മൾ റിമൂവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന അൽഗോരിതം ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ് അപ്പ്, അപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, up left, right up, up left, up left, right down. കണ്ടോ? പിന്നെ ക്രോസും ഒരു ലെഫ്റ്റ് സൈഡിൽ ബോട്ടം ഒരു ബ്ലൂ കളറും കിട്ടി. പക്ഷേ ഇവിടെ കിടന്ന ബ്ലൂ കളർ ഇവിടെ എത്തി. നമുക്കിത് ഇവിടുന്ന് ഇനിയും റിമൂവ് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? നമ്മൾ ഇപ്പോൾ ചെയ്ത അൽഗോരിതം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനത് ഒന്നും കൂടെ ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൈഡിലത്തെ ബ്ലൂ കളറുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, സൈഡിൽ രണ്ട് ബ്ലൂ കളറുകൾ കാണുന്നുണ്ട്. ആ ബ്ലൂ കളറ് മാക്സിമം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ പിടിച്ച് അത് ഫേസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആ കളർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരണം. അങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത അൽഗോരിതം ചെയ്യാം. റൈറ്റ് അപ്പ്, അപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ, അപ്പ് ലെഫ്റ്റ്, റൈറ്റ് അപ്പ്, അപ്പ് ലെഫ്റ്റ്, അപ്പ് ലെഫ്റ്റ്, റൈറ്റ് ഡൗൺ. യെസ്, കണ്ടോ? ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? ക്രോസും ലെഫ്റ്റ് ബോട്ടത്തിൽ ഒരു ബ്ലൂ കളർ മാത്രം. ബാക്കി 3 കോർണർ ക്യൂബിൻ്റെയും കളറ് ബ്ലൂ അല്ല. നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫേസ്. അതായത് ലെഫ്റ്റ് കോർണറിൽ ഉള്ള ബ്ലൂ കളറ് നമ്മുടെ നേരെ വരുന്ന രീതിയിൽ പിടിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫേസ്. ക്രോസ് ലെഫ്റ്റ് കോർണറിലെ കളർ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചെയ്ത അൽഗോരിതം, അതായത് രണ്ടാമത്തെ അൽഗോരിതം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ് അപ്പ്,
up left, right down, up left, right up, up left, up left, റൈറ്റ് ഡൗൺ. വീണ്ടും നമുക്കത് തന്നെയാണ് കിട്ടിയത്, കണ്ടോ? ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ ആകുന്നത് വരെ ക്രോസ് ലെഫ്റ്റ് സൈഡിലെ കോർണർ നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവും ബ്ലൂ കളർ കൊണ്ട്. ഞാൻ കാണിച്ചു തരാം. റൈറ്റ് അപ്പ്, up left, right down, up left, right up, up left, up left, right down. യെസ്, അപ്പോൾ ഈ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ കളറായി. അപ്പോൾ നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ആകെ 2 അൽഗരിതമാണ് യൂസ് ചെയ്തത്. ആദ്യത്തെ അൽഗരിതം എന്തിനൊക്കെയായിരുന്നു? ക്രോസും ലെഫ്റ്റ് സൈഡിലെ ഒരു കട്ടയും കറക്റ്റാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ അൽഗരിതം എത്തിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അൽഗരിതം യൂസ് ചെയ്ത് നമ്മൾ ആ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ കളറാക്കി. അപ്പോൾ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പതിവ് പോലെ തന്നെ ഒരു ദിവസം സമയമെടുത്ത് ഈ സ്റ്റെപ്പ് എക്സ്പേർട്ട് ആവുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫൈനൽ ടാസ്കുമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ ടാസ്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ റുബിക്സ് ക്യൂബ് സോൾവ് ആവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.